NCPയിൽ അഴിച്ചുപണി, മന്ത്രി ശശീന്ദ്രൻ മാറുന്നു. പകരം കാപ്പനോ തോമസ് കെ തോമസോ? വരുന്ന ഇലക്ഷന് മുൻപായി LDFിൽ നടത്താൻ പോകുന്ന മുഖം മിനുക്കലുകളുടെ ഭാഗമായി NCPയിലും അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു. നിലവിലുള്ള മന്ത്രി ശശീന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിയും മുന്നണിയും അതൃപ്തിയിലാണ്. വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശശീന്ദ്രന്റെ മെല്ലെപ്പോക്ക് നയവും കെടുകാര്യസ്ഥതയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മാറ്റി മുഖം മിനുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രിയെ മാറ്റുവാനുള്ള തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം പാലാ MLAയും മുൻ NCPക്കാരനുമായ മാണി C കാപ്പനെ തിരിച്ചു കൊണ്ടുവന്ന് മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ കുട്ടനാട് MLA തോമസ് കെ തോമസിനെ തന്നെ മന്ത്രിയാക്കണമെന്ന് വാദിക്കുന്നവരാണ് പാർട്ടിയിൽ ഭൂരിപക്ഷം നേതാക്കളും. PC ചാക്കോയുടെ പിന്തുണയും തോമസ് കെ തോമസിനാണെങ്കിലും പാലാ MLA മാണി C കാപ്പനെ തിരിച്ചു കൊണ്ടുവന്നാൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അവകാശപ്പെടുന്നത്. മാണി C കാപ്പൻ നിലവിൽ UDF MLA ആണെങ്കിലും സ്വതന്ത്ര MLA ആയതിനാൽ കൂറുമാറ്റം കാപ്പന് ഒരു പ്രശ്നമാവില്ല താൻ. മാണി C കാപ്പൻ NCPയിലേക്ക് വരുന്നതിൽ CPM കോട്ടയം ജില്ലാ നേതാക്കൾക്കും പ്രശ്നമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ VN വാസവൻ കോട്ടയത്ത് നിന്ന് മന്ത്രിയായതിനാൽ മറ്റൊരു ഘടകകക്ഷിക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. മാത്രമല്ല, ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് നിലവിൽ പാലായിൽ മത്സരിക്കുന്നത്. എന്നാൽ തന്നെ മന്ത്രിയാക്കിയാൽ അടുത്ത തവണ താൻ സീറ്റ് വിട്ടു നൽകാമെന്നും ജോസ് കെ മാണിയുമായി സെറ്റിൽ ചെയ്യാമെന്നുമാണ് കാപ്പന്റെ ഓഫർ. പാലാ വിട്ടു നൽകുമ്പോൾ പകരം രാജ്യസഭയാണ് കാപ്പൻ ലക്ഷ്യമിടുന്നത്. സുപ്രീം കോടതിയിൽ നിരവധി കേസുകൾ നടക്കുന്നതിനാൽ ദില്ലിയിലേക്ക് മാറുവാൻ കഴിഞ്ഞാൽ തനിക്കിത് ഗുണകരമാകുമെന്ന തിരിച്ചറിവാണ് കാപ്പനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പാലാ സീറ്റിൽ ധാരണയായാൽ കാപ്പൻ വരുന്നതിൽ ജോസിനും എതിർപ്പില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വഞ്ചനാ കേസുകൾ സഹിതം പലതിലും വിചാരണ നേരിടുന്ന കാപ്പനെ മന്ത്രിയാക്കിയാൽ മന്ത്രിസഭയുടെ നിലവാരം പോകുമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട്. എന്തായാലും NCPയുടെ നേതൃതലത്തിലുള്ള ചർച്ചയിൽ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.